ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വൈകുന്നേരത്തെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരമുള്ള ഫുൾ ടൈമുള്ള വീഡിയോ ഇല്ല, ഹാഫ് വരെ ഉള്ളൂ, ഒരു 7 മണി വരെ ഉള്ളൂ. അപ്പോൾ അച്ഛൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ നന്നാക്കണ രംഗമാണ് കാണുന്നത്. അപ്പം കുറച്ചാളായി മീൻ വെച്ചിട്ട്. അപ്പോൾ അമ്മയുടെ അമ്മായി മരിച്ചിട്ട് പെലയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് മീൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പല ടൈപ്പ് മീൻകറിയൊക്കെ വെക്കും ചിലവർ. അപ്പം ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ വയ്ക്കാറുള്ളത് ഇങ്ങനെയൊക്കെയാണ്. ഹസ്ബൻഡ് വീട്ടിൽ പോയി നിന്നപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വെക്കണ രീതി വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ നാളികേരമൊക്കെ പൊളിച്ച് അതൊക്കെ ഉടച്ച് ഞാൻ നാളികേരം ഉടയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം എടുത്ത് ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ കുട്ടിക്കാണെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമാണ്, വെള്ളം കൊടുക്കുമ്പോൾ അവൾ കുടിക്കാറൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളായിരിക്കും പല ടൈപ്പ് മീൻകറി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പല സ്ഥലത്തും പലതരം വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. മീൻകറി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, അതിൽ ഇടുന്ന സാധനങ്ങളുടെ വ്യത്യാസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിനിടയിൽ അമ്മ കപ്പലണ്ടി വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കുകയായിരുന്നു. ഈ കുട്ടിയും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുള്ള നാളികേരമൊക്കെ ചെറിയായിരുന്നു. ഞാൻ കുറേ നാളായി ഇരുന്നിട്ടൊക്കെ ചേരുന്നത്. ഞങ്ങളവിടെ ഹസ്ബൻഡ് വീട്ടിൽ ഇരിക്കണ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതിലിരുന്നിട്ടാണ് ചേരാറ്. അപ്പോൾ നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞ് അപ്പം ഞാൻ കപ്പലണ്ടിയൊക്കെ തിന്നിരുന്നിട്ടാണ്. ഞങ്ങളെ വീട്ടിൽ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് തിളയ്ക്കാനാകുമ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പുളി ഇട്ടിട്ട് നമ്മൾ മീൻ തിളച്ചതിന് ശേഷം മീനിടും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. ഹസ്ബൻഡ് വീട്ടിൽ ആദ്യം ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് എല്ലാം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് മീനിട്ടിട്ട് ലാസ്റ്റ് നാളികേരപ്പാൽ ഒഴിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇടാനുള്ള നോക്കണ്ടോ, വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ മാറ്റി വെച്ചതാണ്. അപ്പം അത് ഞാനങ്ങനെ ചെയ്യാറ്. വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം ഉപ്പ്, മുളക് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് മീൻ വരഞ്ഞത് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കും. അപ്പോൾ പിന്നെ ഇത്തിരി എരിവൊക്കെ പിടിക്കണമല്ലോ, കുറച്ച് നേരം പിടിക്കണമല്ലോ. അപ്പം ഞാനിപ്പോൾ വറുക്കാൻ രാത്രി ആയതുകൊണ്ട് വറുക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നില്ല, പിറ്റേ ദിവസം വറുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ പുരട്ടി വെച്ചിട്ട് നാളെ ഉച്ചയ്ക്ക് അങ്ങനെ എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. രാത്രിയാണെങ്കിൽ വൈകിട്ട് കൊണ്ടുവരാണെങ്കിൽ മീൻ കറി ഞങ്ങൾ ദോശയാണ് രാത്രി കഴിക്കാറ്. അപ്പോൾ ദോശയ്ക്ക് മീൻ കറി കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. മീനിപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇറക്കി വയ്ക്കുന്ന രംഗമാണ് കാണുന്നത്. അങ്ങനെ പാത്രം കഴുകി മീനൊന്ന് താളിക്കണമല്ലോ, അങ്ങനെയാണ് ഞങ്ങളിവിടെ പറയാം, താളിക്കുക. ഞങ്ങൾ ലാസ്റ്റ് ഇത്തിരി ഉള്ളിയും പിന്നെ വേപ്പിലൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് മൂപ്പിക്കുക, താളിക്കുക, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കും. എന്നിട്ട് ഇത്തിരി മുളക് പൊടിയും കൂടി ഇടാറുണ്ട് കേട്ടോ. മുളക് പൊടി ഇടുമ്പോൾ ഇത്തിരി കളറ് തോന്നിക്കും, ഇത്തിരി എരിവുണ്ടെങ്കിൽ ഇതാക്കും, അങ്ങനെയൊക്കെ ബാലൻസ് ആയിട്ട് പോകും. നിങ്ങളിപ്പോൾ കണ്ടത് വേറൊന്നുമല്ല, ഞങ്ങളുടെ ഗ്യാസ് അങ്ങനെ സ്റ്റൗ അങ്ങനെയാണ്. പക്ഷേ അത് പണി തരുന്ന സ്റ്റൗവാണ്. ഒന്ന് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഇതാവും, എന്ന് വെച്ചാൽ ഓഫായി പോവും. അതേസമയം ഒരു ടൈമിന് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. കുറയ്ക്കാനും ഫുള്ളായിട്ട് കുറയ്ക്കാൻ പറ്റില്ല, കൂട്ടിയാൽ ഭയങ്കരമായിട്ട് കരിഞ്ഞും പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ താളിച്ചിട്ട് ഞാൻ മീൻകറിയിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ വേറൊരു പരിപാടി കൂടെ ചെയ്യും. ഇത്തിരിയും കൂടെ അതിൽ നിന്ന് ഒഴിച്ചിട്ട് പാനിലോട്ടൊന്ന് ചുറ്റിച്ച് ഇത്തിരിയും കൂടെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒഴിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ആ എണ്ണ ഒന്നും പോവാതിരിക്കാൻ ഇതൊക്കെ ചെയ്യണം, മുളക് പൊടിയൊന്നും പോവാതിരിക്കാനൊക്കെ ചെയ്യണം. ചിലവർ ചെയ്യും, ചിലവർ ചെയ്യില്ല. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി തിന്നാൽ മതി, ദോശ ഉണ്ടാക്കി. അപ്പം അമ്മ സീരിയൽ കാണുന്നുണ്ടായിരുന്നു, ഈ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് വർത്തമാനം പറയാൻ പോയത് കേട്ടോ. ഞാൻ ഒരു ഭസ്മക്കുറിയൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു, സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുകയായിരുന്നു, നാമം ചൊല്ലിയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.